പ്രൈസ് ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സങ്കീർത്തനം 118 8-9 വാക്യങ്ങളിൽ നിന്നൊരു ചിന്ത. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി ശൂന്യത അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ കഷ്ടതയോ ശൂന്യതയോ രോഗങ്ങളോ പ്രയാസങ്ങളോ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അത് നമ്മളെ തകർക്കുവാനല്ല, നമ്മളെ പണിയുവാനാണ്. ആ സമയം നാം എന്താണ് ചെയ്യേണ്ടത്? നാം ദൈവത്തിൽ വിശ്വസിക്കുകയും പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുക. ആ സമയം നമ്മുടെ ചില സാമ്പത്തിക പ്രയാസങ്ങൾ, തകർച്ചകൾ, അത് ചിലപ്പോൾ അല്പസമയം മുമ്പോട്ട് നമ്മൾക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. ചിലത് പെട്ടെന്ന് ചില വിഷയങ്ങൾക്ക് ചിലതിന് മറുപടി നമുക്ക് തരും. എന്തായിരുന്നാലും നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ മഹത്വവും അതിൽ കൂടി തിരിച്ചറിയുവാൻ മാത്രമാണ് നമ്മളെ കഷ്ടതയിൽ കൂടിയോ ശൂന്യതയിൽ കൂടിയോ കടന്നു പോകാൻ കർത്താവപ്പച്ചൻ അനുവദിക്കുന്നത്. ആ സമയം നമ്മൾ കൂടുതലായി ദൈവത്തിൽ ആശ്രയിക്കുക, സമർപ്പിക്കുക. നമുക്ക് എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ മനുഷ്യനിലും ഒക്കെ ആശ്രയിച്ച സമയത്ത് ഒന്നും നടന്നിട്ടില്ല. അവിടേക്കെയും ലജ്ജിച്ച് ഭാരപ്പെട്ട അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചപ്പോൾ ആരോടും പലപ്പോഴും ഒരു വാക്ക് ആരോടും പ്രാർത്ഥിക്കാൻ പോലും പറയാതെ തന്നെ തനിയെ ഇരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് എൻ്റെ ഹൃദയം ദൈവസന്നിധി പകർന്നപ്പോൾ, സങ്കടങ്ങൾ ബോധിപ്പിച്ചപ്പോൾ കർത്താവപ്പച്ചൻ പെട്ടെന്ന് മറുപടി തന്ന പല വിഷയങ്ങളുമുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഏതെങ്കിലും ഈ വിഷയങ്ങളിൽ കൂടി ഭാരപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും പ്രാർത്ഥിക്കും. ഈ വചനത്തിൽ കൂടി പ്രിയപ്പെട്ടവർക്ക് ദൈവം അത്ഭുത വിടുതൽ തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വചനം പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹവും ആശ്വാസമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമേ. ഇനിയും വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.